ഞങ്ങൾക്ക് ആകെക്കൂടെ ഇവിടെ ഒറ്റൊരു കറച്ചട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പം തൊട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴാണ് ഒരു ചേട്ടൻ ഇങ്ങനെ കുറേ ചട്ടികൾ വിൽക്കാനായിട്ട് കൊണ്ടുവന്നത്. ഇവിടെ ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചാൽ കൂടുതലും ഉമ്മ അടുപ്പിലാണ് കേട്ടോ കറി വെക്കുന്നത്. അടുപ്പിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതും ഈ കറച്ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും. തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി കേട്ടോ സാധനം. 2 എണ്ണമാണ് നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിച്ചത്. അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരെണ്ണവും പിന്നെ ഒരു ചെറുതുമാണ് കേട്ടോ വാങ്ങിച്ചത്. രണ്ടിനും കൂടെ 250 രൂപയായി. പിന്നെ ആ ചട്ടിയൊന്നും മിനുക്കിയെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ഉമ്മ. കുറേ നേരം കടലമാവ് തേച്ച് അതിൻ്റെ മുറ്റത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഫേഷ്യൽ ചെയ്തിരുത്തിയതുപോലെ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ഉമ്മയും കൂടെ മൂത്ത നാത്തൂൻ്റെ സ്ഥലം വരെ ഒന്ന് പോകുകയാണ് കേട്ടോ. നമ്മുടെ മയിൽ വാഹനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ് എവിടെ പോകണമെങ്കിലും. 2-3 ദിവസമായിട്ട് ഉമ്മ പോണമെന്ന് പറയുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പോക്ക് അങ്ങനെ മുടങ്ങും. ഇന്ന് അങ്ങനെ മഴയൊന്നും കാണാഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചു കേട്ടോ. ഒരു കുടയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറി ഇന്ന് ഞങ്ങൾ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ. ഞാനും ഉമ്മയും കൂടെ അതിൻ്റെ അടുക്കളയും റൂമൊക്കെ കയറി ഇങ്ങനെ നോക്കുമായിരുന്നു. നാത്തൂൻ്റെ സ്ഥലത്തിൻ്റെ 4 ഭാഗത്തായിട്ടും ഇങ്ങനെ വീട് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം കൂടെ കയറി നോക്കാനുള്ളൊരു സമയം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞുകൊണ്ട് മഴ കുറഞ്ഞെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴി ഞാനും ഉമ്മയും കൂടെ കയറിയിട്ട് ഞാൻ കോഫിയും ഉമ്മ ചായയും കുടിച്ചേട്ടാ. പിന്നെ ഒരു പരിപ്പുവടയും പഴംപൊരിയൊക്കെ കഴിച്ച്. ഇവിടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ സാധനങ്ങളും. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആളെന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റാണ് വന്നത്. എന്ത് അടിപൊളിയാന്ന് നോക്കിയല്ലേ വിരിച്ചപ്പോഴത്തേക്ക്. റൂം തന്നെ ഒരു മാറിയ ഫീല്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല റേറ്റ് കുറവിലാണ് ഇതെനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല വീതിയും വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് വാങ്ങിച്ചോട്ടെ.